ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ബ്ലോഗ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, പുതിയൊരു ഉടായ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻ സാധനമാണ് ബേക്കിലുള്ളത്, തേയില. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ടീ അഥവാ സിൽവർ ടിപ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചായകളിലൊന്നാണ് സിൽവർ ടിപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്, അതുപോലെ ഫുൾ ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ചുറ്റും നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് മഞ്ഞാണ്. അതായത് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് വേണം ഇതിൻ്റെ നീഡിൽ, അതായത് തേയില നീഡിൽ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതാക്കി രാവിലെ ഇങ്ങ് പോകുന്നു, അതുകൊണ്ട് നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കളക്ട് ചെയ്യുന്നത്, പിന്നെ അതെങ്ങനെ ഉണക്കുന്നു, നമ്മൾ ചായ ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലേക്ക് എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നേരം കൂടുതൽ കാഴ്ചകൾ. ഒരു തേയിലച്ചെടി അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു വിൻ്റർ സീസണിലാണ്. ഈ ഒരു ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ന്യൂട്രിയൻസ് ഇതിൻ്റെ തേയിലച്ചെടി അതിൻ്റെ ലീവ്സിൽ അല്ലെങ്കിൽ നീഡ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമാണ് നമുക്ക് ഏറ്റവും കൃത്യമായി അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ടൈം നമുക്കൊരു വൈറ്റ് ടീ അല്ലെങ്കിൽ സിൽവർ ടിപ്സ് ഉണ്ടാക്കാനുള്ള പെർഫെക്റ്റ് ടൈം ഇതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അതിനകത്ത് നമ്മൾ സിൽവർ ടിപ്സ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ഒരു 4 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് പ്രൊസീജിയേഴ്സാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പ്രൊസീജിയറാണ് അതിൻ്റെ ഫ്രഷ് നീഡിൽ നമ്മൾ കളക്ട് ചെയ്യുക. അത് ഫ്രഷ് നീഡിൽ എന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലുള്ളൊരു തളിർപ്പുണ്ട്, അതാണ് ഫ്രഷ് നീഡിൽ. അത് നമ്മൾ കളക്ട് ചെയ്യുക. രണ്ടാമത്തത് അതിനകത്തുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഒഴിവാക്കിക്കളയുക, അതായത് ഒരു തണലുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കിക്കളയുക. മൂന്നാമത്തെ പ്രൊസീജിയറാണ് ഡ്രൈയിങ് പ്രൊസീജിയർ. ഇതിനകത്ത് ഡ്രൈയിങ് പ്രൊസീജിയർ തന്നെ 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് എയർ ഡ്രൈയിങ്, രണ്ടാമത് സോളാർ ഡ്രൈയിങ്, മൂന്നാമത്തത് മെക്കാനിക്കൽ ഡ്രൈയിങ്. രണ്ടാമത് സോളാർ ഡ്രൈയിങ്ങിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓവർ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് സിൽവർ ടിപ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. എയർ ഡ്രൈയിങ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് ലാസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ടീ ആക്കിയെടുക്കുന്ന പ്രൊസീജിയറാണ്. ഈ ഒരു 4 സ്റ്റെപ്പാണ് നമുക്ക് മെയിനായിട്ട് ഒരു സിൽവർ ടിപ്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ടീ ട്രീയിലെ ഏറ്റവും ന്യൂട്രിയൻസ് ഉള്ള ഭാഗം ഈ ഒരു മുകളിലത്തെ നീഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ വില വരാൻ, അതായത് ഈ ടീകളിൽ ഏറ്റവും കൂടുതൽ വില എന്ന് ഞാൻ പറയാൻ കാരണം. ഇത് കളക്ട് ചെയ്യൽ കുറച്ച് പണിയുള്ള പണിയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ച് പറിക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വൈറ്റ് ടീ ആണോ ഗ്രീൻ ടീ ആണോ നല്ലതെന്ന്. അപ്പോൾ വൈറ്റ് ടീയിലാണ് ഗ്രീൻ ടീനേക്കാളും ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഇത്ര നേരം കളക്ട് ചെയ്തിട്ട് കിട്ടിയതാണ്. ഇനി കുറച്ച് നേരം കൂടെ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്കി ആളുകൾ നോക്കാൻ വേണ്ടിയിട്ട്. വെച്ചിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാനുള്ള പരിപാടി ഇനി തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇത്ര നേരം കളക്ട് ചെയ്തിട്ട് ആപ്പാടെ കിട്ടിയത് ഇത് ഇത്രയാണ്. ഇതെന്താക്കാം, ഒന്ന് താഴത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. പക്ഷെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരു നിർമാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 72 മണിക്കൂറാണ് ടോട്ടലായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താക്കാം, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് അതിൻ്റെ സിൽവർ ടിപ്സിൻ്റെ കറക്റ്റ് ഷേപ്പിലേക്കും കളറിലേക്കും വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിൽവർ നീഡിൽ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് വെച്ച് എങ്ങനെ നമുക്ക് ടീ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാം. സംഭവം ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ടീ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ വൈറ്റ് ടീ കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ സിൽവർ ടീ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുക. നമുക്ക് എത്ര ചായ വേണോ ആ കണക്കിനങ്ങ് ഒഴിച്ച് വെക്കുക.
അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ സിൽവർ നീഡിൽ അതിനകത്തിടുക. എന്നിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടച്ചു വെക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഒരു വേവ് കാര്യങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് അതിൻ്റെ എസൻസും കാര്യങ്ങളും എല്ലാം ഇറങ്ങാൻ നല്ലതാണ്. അതിൻ്റെ മുകളിലെ ബൗള് ആവി മുകളിലേക്ക് പോവാതെ കറക്റ്റായിട്ടുള്ള എസൻസും കാര്യങ്ങളും ആ വെള്ളത്തിലേക്ക് ലയിച്ചിറങ്ങാൻ നല്ലതാണിത്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതിൻ്റെ എസൻസ് ഒന്ന് പിടിക്കുന്നിടം വരെ നമ്മൾ എന്താക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്നതും അത് അലുത്തലുത്ത് ഇരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നെ ആ ബൗൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ ഇളക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോൾ എടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കളർ വ്യത്യാസം മനസ്സിലാവും. ആ കളറിൽ വരുന്ന മാറ്റം, ആ വെള്ളത്തിൻ്റെ കളറിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ചെറിയ സ്മെല്ലും ഉണ്ടാവും. തേയിലയുടെ കറക്റ്റ് ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിറത്തിലാണ് നമുക്ക് കിട്ടുക. നല്ലൊരു ഭംഗിയുള്ള നിറമാണ്. അപ്പോൾ ഗൈസ്, ഈ വൈറ്റ് ടീ കുടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു എനർജി, അതുപോലെ തന്നെ യുവത്വം അതൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്ന കാര്യമാണ്. ഇതുപോലെ കുടിക്കേണ്ടത് രാവിലെ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒക്കെയാണ് ഇത് കുടിക്കാറ് സാധാരണ. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.